മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തോമസ് കെ തോമസ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിയിച്ചത്. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മുൻകൈയെടുത്ത് CPMന്റെ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ടുമായി ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. ഇതിനെ തുടർന്ന് തോമസ് കെ തോമസ് വെറും കൈയോടെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോന്നു. ദേശീയ അധ്യക്ഷനെ എല്ലാം ധരിപ്പിച്ചിട്ടുണ്ടെന്ന് തിരിച്ചെത്തിയ ശേഷം തോമസ് കെ തോമസ് പ്രതികരിച്ചു. അടുത്ത ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടെങ്കിലും മന്ത്രിമാറ്റം ചർച്ച ചെയ്യില്ലെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. പവാർജി എന്നെ വിളിപ്പിച്ചത് ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ താങ്കൾ? ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് കാണുന്നത് ഉടനെ തന്നെ കാണുന്നുണ്ട്. അതേസമയം 100 കോടി കോഴ ആരോപണം നേരിട്ട തോമസ് കെ തോമസിനെ മുഖ്യമന്ത്രി മന്ത്രിയാക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് AK ശശീന്ദ്രൻ. തോമസ് കെ തോമസ് മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് AK ശശീന്ദ്രൻ ചോദിച്ചു. ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡ് തോമസ് കെ തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് പ്രതികരിക്കാൻ CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് തയ്യാറായില്ല. I discussed various matters with Mr. Sharad Pawar, but there is nothing to report. The will minister is changed or not? Nothing to do with that. മന്ത്രിമാറ്റം മുന്നണിയുടെ മുന്നിലുള്ള വിഷയമല്ലെന്ന് പറഞ്ഞ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും തോമസ് കെ തോമസിനെ കൈയൊഴിഞ്ഞു. ഡൽഹി ചർച്ചകൾക്ക് മുൻപോ അതിനുശേഷമോ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ കഴിയാത്തതിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.